ലോകത്തിന് തന്നെ അത്ഭുതമാണ് ഇന്ത്യയിലെ പ്രയാഗ്രാജിൽ നടന്ന കുംഭമേള. അവിടെ ഒന്ന് പോകാൻ ഭാഗ്യം കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു സന്തോഷം നൽകുന്ന കാര്യമാണ്. അവിടെ പോയവരെ കാണുന്നത് തന്നെ അത്ഭുതത്തോടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ കേരളത്തിൽ ഈ കുംഭമേളയെക്കുറിച്ച് ഇത്രയും വലിയൊരു പ്രചാരം കിട്ടിയത് ഈ കാലത്ത് അല്ല, ഇത്തവണത്തെ കുംഭമേളയിലാണ്. ആ കുംഭമേളയിൽ കൊച്ചി കോർപ്പറേഷൻ കൗൺസിലറായ പത്മജ എസ് മേനോൻ പോയിട്ടുണ്ട്. എന്താണ് ചേച്ചി കുംഭമേളയിൽ പോയ ഒരു എക്സ്പീരിയൻസ്? 12 വർഷം മുമ്പ് നടന്ന കുംഭമേളയിൽ അത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ അമ്മയും കൊണ്ട് പോയിട്ടുണ്ട്. സിനുജി വിശ്വസിക്കില്ല, ഇവിടുന്ന് ഗംഗ വരുന്നു, ഇവിടുന്ന് യമുന വരുന്നു. ഒന്ന് ബ്രൗൺ നിറം, ഒന്ന് നല്ല പച്ച പോലത്തെ നീല കലർന്ന പച്ച നിറം, ഒന്ന് ചൂട്, ഒന്ന് തണുപ്പ്. അടിയിൽ കൂടിയാണ് സരസ്വതി പോകുന്നത് കേട്ടോ. അപ്പം ഇത്തവണ അങ്ങനെ തന്നെയാണ്, നമ്മൾ വിശ്വസിക്കില്ല. ഇതൊക്കെ എങ്ങനെയാണ് സയൻറ്റിഫിക്കലി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന? അതിങ്ങനെ മേർജ് ചെയ്തൊന്നും പോകുന്നില്ല, കറക്റ്റായിട്ട് വന്നിങ്ങനെ ചേരുകയാണ്, ഒരു വര വരച്ചിട്ടിരിക്കുന്നത് പോലെ. അപ്പം എന്തായാലും ഇത്തവണ 144ാമത്തെ മഹാകുംഭമേളയാണ്. ഈ വരുന്ന എത്രയോ തലമുറകൾക്ക് ഇനി ഈ ഭാഗ്യം കിട്ടില്ല. ഞങ്ങൾ പോകാമെന്ന് തീരുമാനിച്ച് പോയി. ഡൽഹിയിലെത്തിക്കഴിഞ്ഞപ്പോൾ ഒരു സന്യാസിനി ഭാവത്തിലായി എന്നുള്ളതാണ് സത്യം. ഡൽഹിയിൽ നിന്ന് പ്രയാഗ്രാജിലേക്കാണ് ഞങ്ങൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തത്. പ്രയാഗ്രാജ് എന്ന് ആലോചിക്കുമ്പോൾ ഇങ്ങനെ കണ്ണിൽ നിന്ന് വെള്ളം വരിക കേട്ടോ. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പ്രയാഗ്രാജിലെത്തി. അവിടെ ചെന്ന് എയർപോർട്ടിൽ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞ് സിവിൽ ലൈൻസ് വരെ കാറ് പോകുള്ളൂ എന്ന് പറഞ്ഞു. സിവിൽ ലൈൻസിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓട്ടോറിക്ഷയിലോ അല്ലെങ്കിൽ സ്കൂട്ടറിലോ പോകണം. നമ്മൾ എല്ലാവരോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കാണ് ഇങ്ങനെ, പക്ഷെ ഒന്നും നമ്മൾ അറിയുന്നില്ല എന്നുള്ളത് സത്യം. അതങ്ങനെ അങ്ങ് ഇതായിട്ട് പോകുന്നു. ഭഗവാന്റെ ഒരു ഇതെന്നേ പറയാൻ പറ്റില്ല. അപ്പം നമ്മളൊരു ഗൈഡിനെ അവിടെ അറേഞ്ച് ചെയ്തിരുന്നു. വൈകുന്നേരം ഞങ്ങൾ വേഗം കുളിച്ച് ഇറങ്ങി ഗൈഡിൻ്റെ സ്കൂട്ടറിൻ്റെ പുറകിൽ ആദ്യം ഹസ്ബൻഡ്, പിന്നെ ഞാൻ ഇരുന്നിട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു രാത്രിയിലെ കാഴ്ചകൾ അതൊരു കാഴ്ചയാണ്, നമുക്ക് കാണാൻ പോകാൻ പറഞ്ഞ് പോയി. മുഴുവൻ ലൈറ്റാണ്. ആ കുംഭമേളയ്ക്ക് വേണ്ടി ഒരുക്കിയ നഗരമാണ് കേട്ടോ. നമ്മളിങ്ങനെ വരുമ്പോൾ ഓരോ ഇലക്ട്രിക് പോസ്റ്റിലും വ്യത്യസ്തമായ തരത്തിലെ ഡെക്കറേഷൻസ് ആണ്. ഒന്നിൽ താമരയാണെങ്കിൽ വേറൊന്നിൽ തൃശ്ശൂലം പോലത്തെ. അങ്ങനെ നമ്മൾക്ക് കാണികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരുന്നാൽ തന്നെ ഹർ ഹർ മഹാദേവ് എന്ന് പറയാൻ പറ്റുന്ന പോലത്തെ ഡെക്കറേഷനാണ് ഓരോ തൂണിലും കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ടാക്സി ഡ്രൈവർ പറയായിരുന്നു, ഒരൊറ്റ കൊല്ലം കൊണ്ടാണ് ഈ നഗരത്തിനെ പുനർജനിപ്പിച്ചത്, ഈ കുംഭമേളയ്ക്ക് വേണ്ടി ഒരുക്കിയത്. അത് അത്രമാത്രം എഫേർട്ട് യോഗി സർക്കാർ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വരുന്ന ആർക്കും തന്നെ ഒരു പരാതികളും ഇല്ലാത്ത കൊച്ചി കോർപ്പറേഷൻ കൗൺസിലർ ആയ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ദൈവമേ, 60 കോടി ജനങ്ങൾ വന്നു പോയൊരു സ്ഥലമാണോ ഇതെന്ന് ആലോചിച്ചു. ഇവിടെയാണെങ്കിൽ കച്ചറ, അത് ഇത്, നാറ്റം, മൂക്കുപൊത്തി ഒക്കെയാണ് നമ്മൾ നടക്കുന്നത്. പ്ലാസ്റ്റിക്കിനെ തൊടാതെ നമുക്ക് ഒരു അടി മുന്നോട്ട് പോകാൻ പറ്റും. അയ്യോ എൻ്റെ സിനോജി പറയല്ലേ പ്ലാസ്റ്റിക് എന്ന് കേട്ടാ എനിക്ക് ഇതുണ്ടല്ലോ. നമ്മൾ കണ്ടിരുന്നു ഇങ്ങനെ വീഡിയോയിലൊക്കെ ഇങ്ങനെ യന്ത്രങ്ങൾ വന്ന് കോരിയെടുക്കുന്നു. ഞങ്ങൾക്കും അങ്ങനെ ഒരു ഉപകരണമുണ്ട്. അതെവിടെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നു എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഒരു ഉപകരണം ഞങ്ങൾക്കും ഇവിടെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ 60 കോടി ജനങ്ങൾ, ഇവിടെ 3 ലക്ഷം പേര് പോലും കൊച്ചി നഗരസഭയിലില്ല. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് രാത്രി ഞങ്ങളെ കൊണ്ടുപോയപ്പോൾ ഇങ്ങനെ ഖാഡാസിൻ്റെ ഇത് നാഗസന്യാസിമാരുടെ അടുത്തൊക്കെ. അപ്പം നമ്മൾ വിചാരിക്കും ഹിന്ദുവിസത്തെക്കുറിച്ച് എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു സന്യാസിയുടെ അടുത്ത് പോയി അപ്പോൾ പേരൊക്കെ ചോദിച്ചു. എത്ര കുട്ടികളുണ്ട്? 2 കുട്ടികൾ. അപ്പം ഞങ്ങൾക്കൊരു മോള് മരിച്ചു പോയിട്ടുണ്ട്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു ഒരു പെൺകുട്ടിയെ ദത്തെടുക്കണം. ഞാൻ ഇങ്ങനെ ആയിപ്പോയി കേട്ടോ. നമ്മൾ വിചാരിക്കും നമ്മുടെ ഹിന്ദുയിസം എന്ന് പറയുകയാണെങ്കിൽ നമ്മളല്ല, നമുക്കതിൽ വിശ്വാസമുണ്ട്. വിശ്വാസികളല്ലാത്ത മറ്റ് മതസ്ഥർ വിചാരിക്കും ഓ ഇതൊക്കെ ചുമ്മയാണെന്ന്. അദ്ദേഹത്തിന് എങ്ങനെ മനസ്സിലായി ഞങ്ങൾക്കൊരു മകളെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്ന്? ഒരു പെൺകുട്ടിയെ ദത്തെടുക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ആ ഒരു ഇത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ മുഴുവനും ലൈറ്റ്, ഈ വാക്ക് വേ മുഴുവനും ഇരുമ്പിൻ്റെ വലിയ വലിയ 4 അടി 8 അടിയുള്ള സ്ലാബുകൾ ഇട്ടിട്ട് വാഹനങ്ങൾക്ക് പോകാനായിട്ട് ആൾക്കാർക്ക് നടന്നു പോകാനായിട്ടും ചെളിയില്ലാത്ത വിധത്തിലാക്കിയിരിക്കുകയാണ്. എല്ലാവർക്കും സുഖമായിട്ട് പോവാം. പിന്നെ എല്ലാ 100 മീറ്ററിലും യൂറിനൽസ് ഉണ്ട്. അതൊക്കെ നല്ല വൃത്തി, ഒരു മണം പോലും ഇല്ല. യൂറിനലിന് എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് കാണാമെന്നല്ലാണ്ട് ഒരു മണം. ഇവിടെ എന്തായിരുന്നു ഇവിടെ യൂറിനൽ ഉണ്ടെന്ന് മനസ്സിലാക്കി. ഇതിന് നോക്കി പോയാലേ കാണുള്ളൂ. മറ്റേത് 100 മീറ്ററില്ല, 1 കിലോമീറ്റർ ദൂരെ തന്നെ അവിടെ യൂറിനൽ. സ്ഥലത്ത് സ്ത്രീകളും പുരുഷന്മാരും എന്തിന് കൈക്കുഞ്ഞു 1 മാസം പോലും തികയാത്ത കുഞ്ഞുങ്ങളെ കൊണ്ടാണ് നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർ വരുന്നത്. ഇനി ഇവന്റെ എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞാലാണ് സംഭവം ഉണ്ടാവുന്നത്.
വിചാരിച്ചിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നാഗാസിൻ്റെ സ്ഥലങ്ങളിൽ പോയി. പിന്നെ അവിടെ ഒരു സ്ഥലത്ത് നിന്ന് പൈഗിരി നന്ദിനി എന്നുള്ള പാട്ട് വെച്ചിട്ട് ഒരു സന്യാസിയുടെ അവിടെ. അപ്പോൾ എനിക്ക് ആ ഡാൻസ് അറിയാം കേട്ടോ. അപ്പോൾ ഞാനും കൂടെ ഡാൻസ് കളിച്ചു, പൈഗിരി നന്ദിനി എന്നുള്ള ഡാൻസ് കളിച്ചു. നല്ല വൃത്തിയും എടുപ്പൊക്കെ. പിറ്റേ ദിവസം രാവിലെ ഗൈഡ് പറഞ്ഞു 6 മണിക്ക് നമുക്ക് അവിടെ എത്തണം, തിരക്കാവുന്നതിന് മുമ്പ്. 5 മണിക്ക് ഞങ്ങൾ റെഡിയായി അവിടെ ചെന്നു. ഒരു തിരക്കില്ല. ഞങ്ങളുടെ സാധനങ്ങൾ വയ്ക്കാനായിട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. 100 രൂപയുള്ള ഒരു കിടക്കയ്ക്ക് ഒരു ദിവസത്തേക്ക്. ആർക്കും വൃത്തിയുള്ള ടോയ്ലറ്റ്. എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോകണം തോന്നി ആ സമയത്ത്. നല്ല വൃത്തിയുള്ള ടാപ്പുണ്ട്, ബക്കറ്റുണ്ട്, നമുക്കെടുക്കാം. 100 രൂപയ്ക്ക് നിരത്തിയിട്ടിരിക്കുക. 1000 2000 പേർക്ക് താമസിക്കാൻ. ഒന്ന് ആലോചിക്കുക, എന്തൊരു വൃത്തി. നമുക്ക് ബ്ലാങ്കറ്റും തരും, പുതപ്പും തരും കേട്ടോ. ഞാൻ ഒരു പ്രോട്ടോക്കോളും എടുത്തിരുന്നില്ല. ഒരു സാധാരണ ആൾ പോകുന്ന പോലെയാണ്. വേണമെങ്കിൽ പ്രോട്ടോക്കോൾ എടുക്കാമായിരുന്നു. കാരണം വാരണാസിയുടെ ചാർജ് സെക്രട്ടറി ഞാനായിരുന്നു. അസംബ്ലി ഇലക്ഷൻ ആരെ വേണമെങ്കിലും എനിക്ക് വിളിച്ച് പറയാൻ പറ്റും. പക്ഷേ സാധാരണക്കാരായിട്ട് ആണ് പോയത്. അങ്ങനെയുള്ള ഇത് തന്നെയാണ് പോയത്. എന്താണ് അങ്ങനെ 100 രൂപയുടെ ആ സ്ഥലത്ത് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ പോവുകയാണ്. പോകുമ്പോൾ എന്താണ് ബോട്ടിൽ നമ്മൾ നടുക്ക് തന്നെ പോയി ത്രിവേണി സംഗമത്തിൽ തന്നെ സ്നാനം ചെയ്യണമെന്ന് വിചാരിച്ചു. നമ്മുടെ ബോട്ടിൽ രാജസ്ഥാനിൽ നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു, മഹാരാഷ്ട്രയിൽ നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഗംഗാമാതാവിന് സാരി, ബ്ലൗസ് ഒക്കെ ഇങ്ങനെ സമർപ്പിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്താ ഇത്? അപ്നെ നഹിമില്ല. ഞാൻ പറഞ്ഞില്ല, ഞങ്ങളുടെ കേരളത്തിൽ അങ്ങനെ ഒരു ഇതില്ല. അയ്യോ, നമ്മളുടെ അമ്മയോ മുത്തശ്ശിയോ അങ്ങനെ ഒക്കെ ആരെങ്കിലും മരിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഗംഗാമാതാവിനൊരു തർപ്പണം എന്നുള്ള പോലെ കൊടുക്കുന്നതാണിത്. ഇത് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ നിന്ന് മേടിക്കായിരുന്നില്ല. പക്ഷെ അത് ചെയ്തില്ല. അവരൊക്കെ അത് ചെയ്തു. പിന്നെ സിനുജി വിശ്വസിക്കില്ല, 3 പ്രാവശ്യം ഞങ്ങൾ മുങ്ങി. അപ്പോഴേക്കും എൻ്റെ ഭർത്താവിന് ഇത്തിരി ഒരു വിറവല്. ഇറങ്ങുന്ന സ്ഥലത്ത് കാലറ്റും മുട്ടറ്റേ ഉള്ളൂ. അത് കഴിഞ്ഞ് കുറച്ചിങ്ങനെ മുന്നോട്ട് നടന്നാൽ നമുക്ക് അരയ്ക്ക് വെള്ളം വരും. ഇത്തിരി തണുപ്പ് വിറയൽ പോലെ വന്നു. ഞാൻ ശ്രീചേട്ടാ ഞാനൊന്ന് മുങ്ങിക്കോട്ടെ, 11 മുങ്ങാം. ശരി മുങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ശ്രീചേട്ടാ 25. അങ്ങനെയാണ് 51 മുങ്ങലും. ഞാൻ 51 തവണ 101 മുങ്ങിയേനെ കേട്ടോ. പക്ഷെ അപ്പോഴേക്കും ഞങ്ങൾ ഈ വഞ്ചി മാറിയാലേ അടുത്ത വഞ്ചിക്ക് വരാൻ പറ്റുള്ളൂ. അവര് വിളിച്ചു. അത് കഴിഞ്ഞ് സിനുജി വിശ്വസിക്കുക, നമ്മൾ നനഞ്ഞിരിക്കല്ലേ, ആ വഞ്ചിയുടെ ഉള്ളിൽ തന്നെ ഒരു ടെന്റ് പോലെ അവരുണ്ടാക്കി തന്നു, ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു കളവില്ല. ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ വെച്ച്, പൈസ ഉള്ള ബാഗൊക്കെ ആ വഞ്ചി വെച്ചിട്ടാണ് നമ്മൾ സ്നാനത്തിനായിട്ട് പോകുമ്പോൾ നമുക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ഒരു കള്ളത്തരോ ഒരു കാര്യവും ഇല്ലാണ്ട് ഈ ടെന്റ് വരെ വെച്ച് ഞങ്ങൾ 2 ലേഡീസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ മാറി പുരുഷന്മാരും അതിൻ്റെ ഉള്ളിൽ കയറി മാറ്റി ഇങ്ങനത്തെ ഇത്ര ഇതായിട്ടുള്ളൊരു വെച്ച് തന്നു. എത്രമാത്രം അവർ തോട്ട്ഫുൾ ആയിട്ട് ആലോചിച്ചിരിക്കണം. നമ്മൾ പുറത്തുനിന്ന് എവിടെ നിന്ന് മാറും? നനഞ്ഞ വസ്ത്രത്തോട് തണുപ്പുണ്ട്. അപ്പോൾ അതും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്ന് അവിടെ കുറേ അമ്പലങ്ങളുണ്ട്. ആ ഓരോ അമ്പലത്തിലും ഞങ്ങൾ ദർശനം ചെയ്ത് ഞങ്ങൾ തിരിച്ച് ഇങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ഗൈഡ് നമ്മളോട് പറയുന്നത്, മാജി ഇതിങ്ങനെ ആയിരുന്നില്ല. ധാരാളം നമ്മുടെ മൊണാലിസ ഇപ്പൊ വലിയ ഇതായിട്ടുണ്ടല്ലോ, സ്റ്റാറായി. അപ്പൊ മൊണാലിസയെ പോലെ ധാരാളം പേര് കച്ചവടത്തിനായിട്ട് ഇരിക്കുന്നുണ്ട്. രുദ്രാക്ഷം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് വിൽക്കുന്നുണ്ട്. അവരോടൊക്കെ ഞങ്ങൾ സംസാരിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് പൈസ എന്നതിലുപരി ഇത്രയും വലിയൊരു സംഭവം നടക്കുമ്പോൾ രുദ്രാക്ഷവും ആയിട്ട് വന്നിരിക്കാൻ കിട്ടുന്നത് ഒരു ദൈവത്തിൻ്റെ ഭാഗ്യമായിട്ട് ഞങ്ങൾ ദൈവം തന്നെ ഇതായിട്ട് കാണുന്നു. രൂപയല്ല ബഹൻജി, എന്ത് താങ്കൾക്ക് താല്പര്യം തോന്നുന്നു, 5 രൂപയെങ്കിൽ 5 രൂപ ഈ മാല എടുത്തോളൂ, 10 രൂപയെങ്കിൽ 10 രൂപ, ഇനി ഒന്നുമില്ലെങ്കിലും എന്താണെന്ന് വെച്ചാൽ എടുത്തോളൂ. ഇത് ഞങ്ങൾക്ക് കാലഭൈരവമൂർത്തി അല്ലെങ്കിൽ കാശി വിശ്വനാഥൻ തന്ന ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഒരു പിടിച്ചുപറിയില്ല. നമ്മൾ എന്ത് ചോദിക്കുന്നു എന്ന് മനസ്സിൽ നമുക്ക് പൈസ ഇല്ലെങ്കിൽ പോലും നമുക്ക് അവിടെ പോകാം. ആര് വേണമെങ്കിലും നമ്മളെ കൊണ്ടുപോകാൻ തയ്യാറാണ്. വൃത്തിയോ, എന്ത് വൃത്തിയാണ് എൻ്റെ കൊച്ചി നഗര പിതാവേ ശ്രീ അനിൽജി. ഇതൊന്ന് കുംഭമേളയ്ക്ക് പോയിട്ടുണ്ട്. താങ്കളൊരു നിരീശ്വര വിശ്വാസിയാണെന്ന് അറിയാം. പക്ഷേ എങ്ങനെ ഇത്ര 60 കോടി ജനങ്ങൾ വന്ന സ്ഥലം വൃത്തിയായി വയ്ക്കുവാനായിട്ട് നമ്മൾക്ക് UP എന്നൊക്കെ കേട്ട പുച്ഛമാണ്. അവരവിടെ തുപ്പും, ഇങ്ങനെ പുറത്ത് വിളിക്കിറങ്ങും എന്നൊക്കെ പറഞ്ഞൊക്കെ ഒരു പുച്ഛമാണ്. പക്ഷേ ഒരു സമൂഹത്തിനെ എങ്ങനെ ഇത്രയും വലിയ ഒരു ദൈവത്തിൻ്റെ ഒരു മഹാകുംഭമേളയ്ക്ക് വേണ്ടി ഒരുങ്ങുവാനായിട്ട് മോദി സർക്കാരും യോഗി സർക്കാരും തയ്യാറാക്കി എന്നുള്ളത്, അവിടെ പോയിട്ട് വേണം നിങ്ങൾ ക്ലാസ് എടുക്കാൻ. അല്ലാണ്ട് പോളണ്ടിലും റഷ്യയിലും പല സ്ഥലങ്ങളൊക്കെ മേയർ പോകുന്നുണ്ട് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതിനൊന്നുമല്ല. പണ്ട് UP പോയാൽ മതി.
നമുക്ക് പുച്ഛമാണ് അവരെക്കുറിച്ച്. വിദ്യാഭ്യാസവും ഇല്ല, വെളിക്കിറങ്ങാനായിട്ടൊരിടവില്ല. പക്ഷെ ഒരു വെളിക്കിറങ്ങേണ്ട ഒരു വേസ്റ്റ് പോലും ഞാൻ അവിടെ കണ്ടില്ല. അപ്പൊ ലോകത്തെ മാനേജ്മെന്റ് സ്കൂളുകളിൽ നിന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് അടക്കം എങ്ങനെയാണ് ഈ ക്രൗഡിനെ മാനേജ് ചെയ്യുക എന്ന് പഠിക്കാൻ പോലും ആളുകൾ വരുന്നുണ്ട്. അതെ. വൃത്തി ഇത്രയും മനോഹരമായിട്ട് അവർ ഹാൻഡിൽ ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ കൊച്ചി കോർപ്പറേഷൻ മലീമസമാണെന്ന് പറയുകയാണെങ്കിൽ കൊച്ചി കോർപ്പറേഷൻ മേയറെ ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങളെന്ന് ചേച്ചി തന്നെ നേരിട്ട് ചെയ്തൊരു കൗൺസിലർ എന്നല്ലേ പറഞ്ഞു കൊടുക്കണ്ടേ? എങ്ങനെയായിരിക്കാം ഒരു സർക്കാരിന് ഇങ്ങനെ ഒരു കാര്യത്തെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും? അപ്പൊ എത്ര ദീർഘവീക്ഷണം ഉണ്ടാവും? ദീർഘവീക്ഷണം ഉണ്ട്. ഇവിടെ നമ്മൾ എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറയുന്നു, നമുക്ക് എല്ലാവർക്കും കുളിമുറി ഉണ്ടെന്ന് പറഞ്ഞു, കുളിപ്പുറി ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ ഈ കൊച്ചി നഗരത്തിൽ എത്ര കുളിമുറി ഉണ്ട്? എൻ്റെ ഡിവിഷനിൽ ആകെപ്പാട് 2 സ്പോൺസർ ചെയ്ത് വെച്ചാലും ഒന്നും വർക്ക് ചെയ്യുന്നുമില്ല. എത്ര സ്ഥലത്തുണ്ട്. പക്ഷെ ഇവിടെ ഓരോ 100 മീറ്ററിലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരു മണമില്ല സിനുജി. എങ്ങനെ ഇവർക്കത് മാനേജ് ചെയ്യാം? യോഗിജിയുടെ ഒരു പരമ വൈഭവമെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. മേയറെ, എൻ്റെ ഒരു പ്രത്യേക പ്രാർത്ഥന താങ്കളോട്, താങ്കളൊന്ന് UP സർക്കാരിൽ യോഗിജിയുടെ അടുത്ത് ഒരാഴ്ച പോയി ശിഷ്യപ്പെടൂ. എങ്ങനെയാണ് ഒരു ജനതയെ മാനേജ് ചെയ്യുന്നത്, എങ്ങനെയാണ് എല്ലാവരും ഇത്രയും ഭാഷ സംസാരിക്കുന്നവർ, മലയാളം മുതൽ കാശ്മീരി വരെ ആസാമി വരെ സംസാരിക്കുന്ന ആൾക്കാരെ എങ്ങനെ മാനേജ് ചെയ്യുന്നു? ഒരു തൊടലില്ല. പിച്ചിൽ ഇവിടെ കൂടെ ഒരു സ്ത്രീക്ക് നടക്കാൻ പറ്റുമോ? പിച്ചിലും തോണ്ടലും ഇങ്ങനെ തരം വൃത്തികെട്ട നോട്ടം ഇല്ലാണ്ട് ഒന്നുമില്ല. പരമവൈഭവം. മേയർജി പ്ലീസ് താങ്കളൊന്ന് പോയി അവിടെ പഠിച്ചിട്ട് വരും. അല്ലെങ്കിൽ നമ്മുടെ ക്ഷേമകാര്യ സമിതി ചെയർമാൻ, നമ്മുടെ ആരോഗ്യകാര്യമുണ്ട് കേട്ടോ, അവരെയൊക്കെ ഒന്ന് അങ്ങോട്ടേക്ക് ഒരു പാനലായിട്ട് അയക്കും. എന്തായാലും ഈ കുംഭമേളയുടെ വിശേഷങ്ങളാണ് ഇപ്പോൾ ചേച്ചി പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചത്. ഒരു വനിത ആദ്യമായിട്ടാണ് ഇപ്പം ABCയുടെ അടുത്ത് അവിടെ പോയ എക്സ്പീരിയൻസ് പങ്കുവെക്കുന്നത്. ഇനിയും ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ പിന്നീട് നമുക്ക് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.